നമ്മൾ സാധാരണ ഈ കണ്ണിലത്തെ തിളക്കം എന്നൊക്കെ പറയാറില്ലേ, കണ്ണിലെ തിളക്കം. ഒരു ചേച്ചി എന്നെ വിളിക്കുന്നുണ്ട്, സാർ ബഷീർ സാറല്ലേ എന്ന് ചോദിച്ചിട്ട്. ഞാനവിടെ ഇല്ല. എന്ത് സാറ്, ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടി നിങ്ങളെ നമ്പർ എനിക്ക് തന്നാണ് മെഡിക്കൽ കൊടുത്ത സ്റ്റാഫ്. മെഡിക്കൽ മുറ്റത്ത് പെണ്ണ് നിൽക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ ഒരു കുറേ ലിസ്റ്റുണ്ട്, ഒരു ചോറ്റുപാത്രമൊക്കെ ഉണ്ട്. മരുന്ന് വേണം. എത്ര മരുന്നിന്? 35 റുപ്യ. 35 റുപ്യ മരുന്നുണ്ടാ 10 ഗുളികയ്ക്ക് 350 രൂപ. അപ്പം ചോദിക്കണം എന്താ അസുഖം? ഭർത്താവിന് HIV പോസിറ്റീവാണ്, എയ്ഡ്സാണ്. ഞാൻ എയ്ഡ്സ് രോഗികളെ കണ്ടിട്ടില്ല. എയ്ഡ്സ് രോഗിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ ഒരാൾ ചൊറിഞ്ഞ് മാന്തി ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, ചേച്ചി ഭക്ഷണം കഴിക്കണം എങ്ങനെയാണ്? അത് നമ്മളെ ഒരു കൽബിനെ, ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്. മറ്റുള്ള ഒരാൾ കുടിച്ചതിൻ്റെ ചായ നോക്കിയിരിക്കുമ്പോൾ അവർ കുടിച്ചതിൻ്റെ ബാക്കി തരുന്നു. ആരും കാണാണ്ട് ബാത്റൂമിൻ്റെ ബക്കറ്റിൽ നിന്ന് ഈ നാസ്തയുടെ, ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ വടയുടെയൊക്കെ പീസ് എടുത്ത് കഴിക്കുന്നു. ഒരാളും ഹെൽപ്പ് ചെയ്യാനില്ല. ഞാൻ ചോദിച്ചു, ഈ മരുന്ന് കഴിച്ചാൽ മാറും? ചോദിച്ചേ 2 മണിക്കൂർ ചൊറിയില്ലാന്ന്. എയ്ഡ്സ് രോഗികൾ നമുക്ക് കാണുമ്പോൾ പേടിയാവും. പക്ഷേ ഈ 350 റുപ്യയുടെ മെഡിസിൻ വാങ്ങിയിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഉറക്ക ഓടിടാൻ തോന്നും. അല്ലെങ്കിൽ ആ ചേച്ചിയുടെ ഒരു കൽബിൻ്റെ, അല്ലെങ്കിൽ ആ ചേച്ചിയുടെ മനസ്സിൻ്റെ സന്തോഷം അത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ വാർഡുകളിലൂടെ പല ടൈപ്പ് രോഗികളുടെ അടുത്ത് പോകണം.